തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചെങ്കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നേറ്റം തുടരുകയാണ്. മുട്ടടയിൽ സഖാക്കളുടെ കോട്ട തകർത്ത വൈഷ്ണ സുരേഷിന് പിന്നാലെ ഇപ്പോൾ വിഴിഞ്ഞവും കോൺഗ്രസ് പിടിച്ചെടുത്തതോടെ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കളുടെ ഇരിക്കപ്രതി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനാക്കം കൂട്ടിക്കൊണ്ട് വൈഷ്ണ സുരേഷ് ഫേസ്ബുക്കിൽ ഒരു ചിത്രം കൂടി പങ്കുവയ്ക്കുകയുണ്ടായി. വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം കരസ്ഥമാക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി KH സുധീർ ഖാനൊപ്പം വിജയച്ചിരിയോടെ നിൽക്കുന്ന ചിത്രമാണ് വൈഷ്ണ പങ്കുവച്ചിരിക്കുന്നത്. വിഴിഞ്ഞം നമ്മൾ തൂക്കിയിട്ടുണ്ട്, പ്രിയ സഹോദരൻ സുധീർ ഖാന് അഭിവാദ്യങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് വൈഷ്ണ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. CPMന്റെ ഉരുക്കുകോട്ടയെ കരുതപ്പെട്ടിരുന്ന മുട്ടടയിൽ അപ്രതീക്ഷിതമായി കടന്നുകയറി വിജയം കൊയ്ത ആളാണ് വൈഷ്ണ സുരേഷ്. അതിന്റെ പക CPM ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതിന്റെ തെളിവാണ് അവർക്കെതിരെ നിരന്തരം നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ. വൈഷ്ണയോട് ഏറ്റുവാങ്ങിയ ആ വലിയ തോൽവി സഖാക്കൾക്ക് ഇന്നും ദഹിച്ചിട്ടില്ല. ജയിച്ചിട്ടും വൈഷ്ണയെ സ്വസ്ഥമായി ഭരിക്കാൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ് CPM സൈബർ കൂടാരങ്ങൾ. വിഴിഞ്ഞത്തെ കൂടി വിജയത്തിന് ശേഷം കോൺഗ്രസിന്റെ മുന്നേറ്റം സഖാക്കൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. സുധീർ ഖാനുമൊത്ത് വൈഷ്ണ പോസ്റ്റ് ചെയ്ത ചിത്രം ഇതിനോടകം തന്നെ CPM സൈബർ പോരാളികൾക്കിടയിൽ ചർച്ചയായിട്ടുമുണ്ട്. വൈഷ്ണ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്നും PR ഏജൻസികളെ ഉപയോഗിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നുമുള്ള നുണകൾ പടച്ചുവിടുന്നതായിരുന്നു പോരാളികളുടെ പ്രധാന വിനോദം. എന്നാൽ ഇതിനെതിരെ വൈഷ്ണ സുരേഷ് തന്നെ നേരിട്ട് രംഗത്തെത്തി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യപ്പെടേണ്ട ഗതികേട് തനിക്കുണ്ടായിട്ടില്ലെന്ന് വൈഷ്ണ മറുപടി നൽകിയിരുന്നു. തന്റെ നാട്ടുകാരായ മുട്ടടയിലെ വോട്ടർമാർക്ക് തന്നെ നേരിട്ടറിയാം. അവിടെ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ കേരളം മുഴുവൻ കാണുന്ന സോഷ്യൽ മീഡിയ പേജിലൂടെയുള്ള പ്രചാരണത്തിന്റെ ആവശ്യമില്ല എന്ന ബോധ്യം തനിക്കുണ്ടായിരുന്നുവെന്നും വൈഷ്ണ വ്യക്തമാക്കിയതാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റിയ വൈഷ്ണയെ അയോഗ്യയാക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടെ CPMന്റെ നീക്കം അമ്പെ പാളുകയായിരുന്നു. കടമ്പകൾ നിരവധി ചാടിക്കടന്നാണ് വൈഷ്ണ മിന്നും വിജയം കരസ്ഥമാക്കിയത്. വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ BJPക്കും CPMനും ഒരേപോലെ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിഴിഞ്ഞത്ത് വിജയിച്ചാൽ കേവല ഭൂരിപക്ഷം എന്ന 51 സീറ്റിലേക്ക് എത്തി കോർപ്പറേഷൻ ഭരണം ഉറപ്പിക്കാമെന്ന് കരുതിയ BJPയുടെ സ്വപ്നങ്ങളുടെ ചിറകാണ് ഇപ്പോൾ സുധീർ ഖാൻ അരിഞ്ഞിരിക്കുന്നത്. 2902 വോട്ടുകൾ നേടിയാണ് സുധീർ ഖാൻ വിഴിഞ്ഞത്ത് വിജയിച്ചത്. തൊട്ടു പിന്നിലെത്തിയ CPM സ്ഥാനാർത്ഥി N നൌഷാദിന് 2819 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിഴിഞ്ഞം പിടിച്ചെടുത്തതോടെ കോർപ്പറേഷനിൽ UDF അംഗങ്ങളുടെ എണ്ണം 20ലേക്ക് ഉയർന്നു. BJP സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുവിന് 2437 വോട്ടുകൾ കൊണ്ട് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നു. ഏതാണ്ട് 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP പിന്നിലാക്കി കോൺഗ്രസ് മുന്നേറ്റം നടത്തിയത്. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 10 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ UDF ഇക്കുറി സീറ്റുകളുടെ എണ്ണം 20ലേക്ക് എത്തിച്ചത് K മുരളീധരനും ശബരിനാഥനും നേരിട്ടിറങ്ങി നയിച്ച പോരാട്ടത്തിന്റെ ഫലമായാണ് വിലയിരുത്തപ്പെടുന്നത്. INTUC നേതാവും ഹാർബർ വാർഡിലെ മുൻ കൌൺസിലറുമായിരുന്നു വിഴിഞ്ഞത്ത് വിജയിച്ച UDF സ്ഥാനാർത്ഥി സുധീർ ഖാൻ. സംസ്ഥാനത്തെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തരംഗം പ്രകടമാണ്. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം വാർഡിൽ UDF സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദ 222 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇവിടെ BJPക്ക് ലഭിച്ചത് വെറും 14 വോട്ടുകൾ മാത്രമാണ്. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡിൽ CPMന്റെ CB രാജീവൻ വിജയിച്ചത് മാത്രമാണ് LDFന് ആകെ കിട്ടിയ ആശ്വാസം. വൈഷ്ണ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷണ ക്യാമറയുമായി ഇരിക്കുന്ന സൈബർ സഖാക്കൾക്ക് സുധീർ ഖാനോടൊപ്പമുള്ള ചിത്രവും ദഹിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്.